ഹായ് നമസ്കാരം, പത്രികയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലാണ്. ഇവിടെ എത്തിയപ്പോഴാണ് എലയ്ക്കാനം വിളി എന്ന വ്യത്യസ്തമായൊരു സമ്പ്രദായം കാണാനിടയായത്. ഇതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് നമുക്ക് ഇവിടുന്ന് തന്നെ ചോദിച്ചറിയാം. സാധാരണ ഇലക്കാന വിളിക്കുന്ന സമ്പ്രദായം ഇത്. രണ്ടു നേരവും ഇലക്കാന വിളിക്കാൻ പോയ ഒരാൾ ഒന്നിച്ച് ആസ്മരണക്ക് വിളിക്കുന്നതാണ് രണ്ടു നേരവും. എലിയാൻ വളർന്ന് അങ്ങനെയാണ് അതിൻ്റെ ഇത്. ഉത്സവാഘോഷ അന്നപൂർണേശ്വരി ക്ഷേത്ര സേവാസമിതി ഉത്സവാഘോഷ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഞാൻ. എൻ്റെ പേര് നാരായണൻകുട്ടി. പിന്നെ ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിൽ ഈ അന്നപൂർണേശ്വരി ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ വർഷത്തിൽ എല്ലാ ദിവസവും രണ്ടു നേരവും, അതായത് ഉച്ച സമയത്തും രാത്രിയും ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്കൊക്കെ വയറു നിറയെ അന്നം നൽകി സന്തോഷത്തോടുകൂടി പറഞ്ഞയക്കുന്ന ഒരു ചരിത്രമാണ് നമ്മുടെ ക്ഷേത്രത്തിനുള്ളത്. അത് ഇന്നും അഭംഗുരം നടന്നു പോവുകയാണ്. ഈ ഊട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉച്ച സമയത്തും രാത്രി സമയത്തും അന്നദാനത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ ഇലക്കല വിളിക്കുക എന്നൊരു ചടങ്ങ് അരയാൽ തറയിൽ വെച്ച് നടക്കും. അതായത് ക്ഷേത്രത്തിലെ കാവൽക്കാരൻ ഉച്ചപൂജ കഴിഞ്ഞ് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ അദ്ദേഹം മണിയങ്ങാട്ടവരുടെ നിർദ്ദേശപ്രകാരം അരയാൽ തറയിൽ കയറി നിന്ന് ഇലക്കല വിളിക്കുക എന്നൊരു ചടങ്ങാണ് അന്നദാനത്തിൻ്റെ ഏറ്റവും മുന്നോടിയായിട്ട് നടക്കുന്നത്. ഇലക്കല വിളിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ അന്നദാനത്തിന് ആവശ്യമായ രണ്ടു നേരവും വരുന്ന ഭക്തജനങ്ങൾക്കുള്ള ഭക്ഷണത്തിനുള്ള ആവശ്യമായ ഇലകൾ അന്ന് പഴയ കാലത്ത് സംഭരിച്ച് നൽകിയിരുന്നത് ഇലക്യൻ തറവാട്ടുകാരായിരുന്നു. അപ്പോൾ ഇലക്യൻ തറവാട്ടിൽപ്പെട്ട ഒരു കാരണവറാണ് അന്ന് പഴയ കാലത്ത് ഇല മുറിച്ച് ക്ഷേത്രത്തിൽ എത്തിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ചെറുക്കൽ കോവിലകത്തിന്റെ വകയായിട്ടുള്ള ഭൂസ്വത്തുക്കളാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുമുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് പറമ്പിലും, ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുമുള്ള ഏത് പറമ്പിലും കയറി ചെന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ ഇല വെട്ടിയെടുക്കുന്ന ഒരു അനുവാദം അന്ന് ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് സ്ഥലമുടമയോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തൊടിയിൽ കയറി ആവശ്യത്തിനുള്ള ഇലകൾ 2-4 ഇലകളൊക്കെ അവിടുന്ന് ഓരോ തൊടിയിൽ നിന്ന് മുറിച്ചെടുത്ത് ആവശ്യത്തിനുള്ള ഇലകൾ സംഭരിച്ച് ഇവിടെ എത്തിച്ചു തരുന്ന ഒരു പതിവാണ് ഉണ്ടായിരുന്നത്. അത് അർഹതപ്പെട്ട അന്നത്തെ ചുമതലക്കാരെന്ന് പറയുന്നത് ഈ ഇലക്യൻ തറവാട്ടുകാരായിരുന്നു. അപ്പോൾ അന്നത്തെ ഇലക്യൻ തറവാട്ടിലെ ഒരു കാരണവർ ഈ ഇലകൾ സംഭരിക്കുന്നതിന് വേണ്ടി ഈ തൊടികളിൽ പോവുകയും അങ്ങനെ ഇല വെട്ടിയെടുക്കുന്ന സമയത്ത് ആ തൊടിയുടെ ഒരു ഉടമ ഇദ്ദേഹവുമായിട്ട് കയർത്ത് സംസാരിക്കുകയും അങ്ങനെ കയർത്ത് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർ തമ്മിൽ വാഗ്വാദവും പിന്നെ അതുപോലെ തന്നെ കയ്യേറ്റവും ഒക്കെ നടന്നു. അപ്പോൾ ഈ ഇലകളൊക്കെ മുറിച്ച് കെട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു സന്ദർഭം കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ വാഗ്വാദം നടക്കുന്നത്. അപ്പോൾ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ തൊടിയിൽ കയറി ഇല മുറിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തോട് കയർത്തത്, ഈ ഇലക്യൻ കാരണവരോട് കയർത്തത്. അങ്ങനെ അവർ വാഗ്വാദം ആവുകയും കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇദ്ദേഹം ഇല വെട്ടാൻ ഉപയോഗിച്ചിരുന്ന കത്തി പിടിച്ചു വാങ്ങി ആ കത്തി കൊണ്ട് ഇയാളെ മാരകമായി വെട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിൻ്റെ തല അറ്റുപോവുകയും, ഇപ്പം കെട്ടിവെച്ച ഇലകൾ ഇവിടെ എത്തിക്കേണ്ടുന്ന സമയമായിട്ടും ഇലയ്ക്ക് നിലയെത്തിക്കാത്തത് കണ്ടപ്പോൾ ഇവിടുത്തെ അന്നദാനവുമായി ബന്ധപ്പെട്ട മറ്റ് പരിചാരകർ എന്താണ് എന്നുള്ള ഉത്കണ്ഠയുടെ അടിസ്ഥാനത്തിൽ അമ്മയോട് പ്രാർത്ഥിക്കുകയും, അപ്പോൾ അന്ന് അമ്മ മണിയങ്ങാടിൽ നിർദ്ദേശം നൽകി. അതായത് ഇവിടുത്തെ ക്ഷേത്രം കാവൽക്കാരനോട് അരയാൽ തറയിൽ കയറി നിന്നുകൊണ്ട് 3 തവണ ഇലയ്ക്കൻ്റെ പേര് ചൊല്ലി വിളിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഇലയ്ക്കൻ്റെ പേര് ചൊല്ലി വിളിച്ച് പറയുമ്പോൾ, അങ്ങനെ ഇലയ്ക്കനെ വിളിക്കുമ്പോൾ 3ാമത്തെ വിളിയോടുകൂടി ഈ കെട്ടിവെച്ച ഇലകൾ അറുത്തിട്ട തലയിൽ വെച്ചുകൊണ്ട് ഇവിടെ അറത്തൂട്ടിയുടെ സമീപം ഇല എത്തിക്കുകയും അങ്ങനെ എത്തിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ മരണപ്പെടുകയുമാണ് ഉണ്ടായത് എന്നാണ് പഴമക്കാർ പറഞ്ഞിട്ടുള്ള അറിവ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇന്നും ആ കാര്യം അനുസ്മരിച്ചുകൊണ്ട് ആണ് ഈ ഇലയ്ക്കനെ വിളിക്കുന്ന ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ രണ്ടു നേരവും അന്നദാനത്തിൻ്റെ സമയമായാൽ അരയാൽ തറയിൽ കയറി നിന്ന് കാവൽക്കാരെ ഇലയ്ക്കൻ വിളിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇലയ്ക്കനെ വിളിക്കുന്ന സമയത്ത് ഇപ്പോൾ അതിൻ്റെ ചുമതലക്കാരായിട്ടുള്ള ആ ഇലയ്ക്കൻ തറവാട്ടിൻ്റെ പിന്മുറക്കാർ ഇവിടെ നിന്നും ഇല കെട്ടി ആ ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോവുകയാണ് പതിവ്. ഇപ്പോഴും അത് നിർബാധം തുടരുകയാണ്.
യാതൊരു വിഷമവുമില്ലാതെ ഇപ്പോഴും ആ കാര്യങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ചടങ്ങ് ഇപ്പോഴും പഴയ സ്മരണകൾ നിലനിർത്തിക്കൊണ്ട് നടന്നു വരികയാണ്. അപ്പോൾ ഇലക്കേനെ വിളിച്ചതിന് ശേഷമാണ് മണിയങ്ങാട് ഇവിടെ വഴിപോക്കറെ വിളിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അതായത് ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ ആരും തന്നെ പട്ടിണി കിടന്ന് പോകരുത്, വിശന്നുകൊണ്ട് പോകരുത് എന്ന് അമ്മക്ക് നിർബന്ധമാണ്, നമ്മുടെ ജഗദീശ്വരിയായ അന്നപൂർണേശ്വരിക്ക് നിർബന്ധമാണ്. എന്നുള്ളത് കൊണ്ട് തന്നെ ആരും തന്നെ വിശന്ന് ഇതിലൂടെ പോകരുത്, ഭക്ഷണത്തിന്റെ സമയമായിട്ടുണ്ട്, അവർക്ക് അകത്ത് വന്ന് ഭക്ഷണം യഥേഷ്ടം കഴിച്ചു പോകാം എന്നുള്ളതിന്റെ ഒരു അറിയിപ്പാണ് മണിയങ്ങാട്ടൂർ ഈ വഴിപോക്കറെ വിളിക്കുക എന്നുള്ള ചടങ്ങോടുകൂടി നടത്തപ്പെടുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ഉച്ചക്ക് അന്നദാനത്തിന്റെ സമയത്ത് ഉച്ചക്കും രാത്രിയും ഇത് നടക്കുന്നുണ്ട്. രാത്രി അത്താഴ പട്ടിണിക്കാരും തന്നെ ഇതിലൂടെ പോകരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കൊണ്ടാണ്, അമ്മയുടെ നിർബന്ധ ബുദ്ധി കൊണ്ടാണ് ആ ചടങ്ങ് ഇന്നും നടന്നു വരുന്നത് എന്നാണ് പറയാനുള്ളത്.